ഈസിയിലെ അക്കൗണ്ടിംഗ് ട്യൂട്ടോറിയൽസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജേർണൽ എൻട്രി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, പ്ലസ് വണ്ണിന്റെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജേർണൽ എൻട്രി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ജേർണൽ എൻട്രി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നന്ന വൃത്തിയിൽ പഠിക്കുക. വീഡിയോസ് റിപ്പീറ്റ് ചെയ്ത് പിന്നെയും കാണാം. കാരണം എന്താണെന്ന് വെച്ചാൽ ജേർണൽ എൻട്രി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഡൺ. അക്കൗണ്ടിംഗ് ഈസ് ഓൾമോസ്റ്റ് ഡൺ. കാരണം നമ്മൾ ജീവിക്കുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ കാലത്താണ്. കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചിട്ടാണ് ഇന്ന് എല്ലാ ഫോമുകളും വർക്ക് ചെയ്യുന്നത്. അവിടെ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുന്നത് ജേർണൽ എൻട്രി ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ജേർണൽ എൻട്രി ഫൈൻഡ് ചെയ്യലും ജേർണൽ എൻട്രി എൻട്രി ചെയ്യലുമാണ് നമ്മൾ മാനുവൽ ആയിട്ട് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷനും സമ്മറൈസിങ്ങും അനലൈസിങ്ങും ഒക്കെ സിസ്റ്റമാണ് ചെയ്യുക. ഇന്റർപ്രിട്ടേഷനും അതുപോലെ ഹ്യൂമൻ നോളജ് ആവശ്യമുള്ളതാണ്. കമ്മ്യൂണിക്കേഷനും സിസ്റ്റത്തിലൂടെയാണ് ചെയ്യുന്നത്. സോ ജേർണൽ എൻട്രി എഴുതാൻ നിങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്നത്തെ പ്രാക്ടിക്കൽ വേൾഡിൽ നിങ്ങൾ ഓൾമോസ്റ്റ് ജേർണൽ എൻട്രി പഠിച്ചു എന്നാണ് അർത്ഥം. സോ നമ്മൾ ഇന്നത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് ജേർണൽ എൻട്രിയിലെ ചില സ്പെഷ്യൽ ടൈപ്പ് ജേർണൽ എൻട്രീസ് ആണ്. നോർമലി ഉണ്ടാകുന്ന ജേർണൽ എൻട്രീസിനെ നമ്മൾ പറഞ്ഞു. ചില പ്രത്യേക തരം ജേർണൽ എൻട്രീസിനെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ആദ്യം നമ്മൾ പറയുന്നത് കോമ്പൗണ്ട് ജേർണൽ എൻട്രീസ്. കോമ്പൗണ്ട് ജേർണൽ എൻട്രീസ്. ഓക്കെ, കോമ്പൗണ്ട് ജേർണൽ എൻട്രീസ്. കോമ്പൗണ്ട് ജേർണൽ എൻട്രീസ്. കോമ്പൗണ്ട് ജേർണൽ എൻട്രീസ്. ഈ കോമ്പൗണ്ട് ജേർണൽ എൻട്രീസ് എന്ന് പറഞ്ഞാൽ നോർമലി ഒരു ജേർണൽ എൻട്രിക്ക് ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ആണ് ഉണ്ടാവും. വേജസ് പെയ്ഡ്. ഓക്കെ, വേജസ് പെയ്ഡിന്റെ ജേർണൽ എൻട്രി വേജസ് അക്കൗണ്ട് അറ്റവും ക്യാഷുമാണ്. ഓക്കെ, വേജസ് എക്സ്പെൻസ് ആണ്. ഇത് അസറ്റ് ആണ്. ഓക്കെ, എക്സ്പെൻസ് കൂടുന്നു, അസറ്റ് കുറയുന്നു. സോ നമുക്ക് ഇത് ഡെബിറ്റും ഇത് ക്രെഡിറ്റും കിട്ടുന്നു. ജേർണൽ എൻട്രി വേജസ് അക്കൗണ്ട് അറ്റ ടു ക്യാഷ് നന്നായി. ഇത് നോക്കുക, ഇതിൽ ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റുമാണ്. ഇതൊരു ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റുമാണ്. ഓക്കെ, എന്നാൽ കോമ്പൗണ്ട് ജേർണൽ എൻട്രീസിൽ ഒന്നിൽ കൂടുതൽ ഡെബിറ്റുകളോ ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റുകളോ ഉണ്ടാവും. ഓക്കെ, ഒന്നിൽ കൂടുതൽ ഡെബിറ്റുകളോ ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റുകളോ ഉണ്ടാവും. ഓക്കെ, മനസ്സിലായി? ഇപ്പൊ ഒരാൾക്ക് ഒരേ സമയം സാലറിയും ഇൻട്രസ്റ്റും കൊടുത്തിട്ടുണ്ട്. സാലറി ഇൻട്രസ്റ്റ്. അപ്പൊ നമ്മൾ സാലറി കൊടുത്തു ഇൻട്രസ്റ്റ് കൊടുത്തു എന്ന് രണ്ടായിട്ട് പറയുന്നതിന് സാലറിയും ഇൻട്രസ്റ്റും കൊടുത്തു എന്ന് നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെ ഒന്നിൽ കൂടുതൽ ഡെബിറ്റുകൾ സാലറിയും ഇൻട്രസ്റ്റും ഒന്നിട്ടും കൊടുത്തു എന്ന് നമുക്ക് പറയാം. അങ്ങനെയുള്ള എൻട്രീസിനെയാണ് കോമ്പൗണ്ട് ജേർണൽ എൻട്രീസ് എന്ന് പറയാം. ഇതിപ്പോ വേജസ് കൊടുത്ത ആൾക്ക് തന്നെ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തു എന്ന് വിചാരിക്കുക. ഇൻട്രസ്റ്റും വേജസും കൊടുത്തു എന്ന ഒറ്റ ജേർണൽ എൻട്രി ആണെങ്കിൽ ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റും പിടിച്ചെടുത്താൽ മതി. ഇൻട്രസ്റ്റ് അക്കൗണ്ട് അറ്റ വേജസ് അക്കൗണ്ട് അറ്റ ടു ക്യാഷ്. ഇൻട്രസ്റ്റ് അക്കൗണ്ട് അറ്റ വേജസ് അക്കൗണ്ട് അറ്റ ടു ക്യാഷ്. അങ്ങനെ ഒന്നിൽ കൂടുതൽ, ഉദാഹരണത്തിന് രണ്ട് ജേർണൽ എൻട്രീസ് നോക്കാം. അപ്പൊ നമ്മള് ഒരു സ്ഥലത്ത് നിന്ന് ബിൽഡിംഗും ലാൻഡും വാങ്ങി. ബിൽഡിംഗും ലാൻഡ് വാങ്ങുന്ന ജേർണൽ എൻട്രി ബിൽഡിംഗ് വാങ്ങുന്ന ജേർണൽ എൻട്രി എഴുതി നോക്കട്ടോ. ബിൽഡിംഗ് വാങ്ങുന്ന ജേർണൽ എൻട്രി. ഓക്കെ, ഇതിന്റെ രണ്ടിന്റെയും ക്രെഡിറ്റ് പാർട്ട് സെയിം ആണ്, ടു ക്യാഷ് സെയിം ആണ്. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് ഇതിന്റെ എമൗണ്ട് 10 രൂപയും ഇതിന്റെ എമൗണ്ട് 20 രൂപയാണ്. ഇതിന് നമുക്ക് ഒറ്റ ജേർണൽ എൻട്രി ആയിട്ട് മാറ്റി എഴുതാം. ഇങ്ങനെയാണ് ഒറ്റ ജേർണൽ എൻട്രി. ലാൻഡ് അക്കൗണ്ട് ഡെറ്റർ 10 രൂപ, ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ 10 രൂപ, ടു ക്യാഷ് 20 രൂപ, ടു ക്യാഷ്. അപ്പൊ ആ ക്യാഷ് 30 രൂപയാവും. ഇത് രണ്ടും ചേർന്നിട്ടുള്ള ക്യാഷ്. അപ്പൊ ഇത്തരത്തിലുള്ള ജേർണൽ എൻട്രീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പൗണ്ട് ജേർണൽ എൻട്രീസ് എന്ന് പറയുന്നത്. കോമ്പൗണ്ട് ഒന്നിൽ കൂടുതൽ ഡെബിറ്റുകളോ ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റുകളോ ഉള്ള ജേർണൽ എൻട്രീസിനെയാണ് താഴെ വരാം. ഇതുപോലെ ഇപ്പൊ ലാൻഡ് ബിൽഡിംഗ് വാങ്ങിയതിന് പകരം ലാൻഡ് ബിൽഡിംഗ് വിറ്റിന്റെ ജേർണൽ എൻട്രി നിങ്ങൾ എഴുതി നോക്കൂ, നിങ്ങൾക്ക് ഇത് താഴെ കിട്ടും. ഓക്കെ, പിന്നെയുള്ള ജേർണൽ എൻട്രികൾ നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. അപ്പൊ ഒന്നിൽ കൂടുതൽ ഡെബിറ്റുകളോ ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റുകളോ ഉള്ള എൻട്രീസിനെയാണ് കോമ്പൗണ്ട് ജേർണൽ എൻട്രീസ് എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ ഡെബിറ്റുകളോ ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റുകളോ ഉള്ള ജേർണൽ എൻട്രീസിനെയാണ് കോമ്പൗണ്ട് ജേർണൽ എൻട്രീസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഉള്ളി വാങ്ങി ഉരുളക്കിഴങ്ങ് വാങ്ങി എന്ന് രണ്ട് പറയുന്നതിന് പകരം ഉള്ളി ഉരുളക്കിഴങ്ങ് വാങ്ങി നമ്മൾ ഒറ്റ എൻട്രി ആയിട്ട് പറയുന്നത്. അതാണ് കോമ്പൗണ്ട് ജേർണൽ എൻട്രീസ്. ഓക്കെ, സോ കോമ്പൗണ്ട് ജേർണൽ എൻട്രീസ് എന്താണെന്ന് പഠിച്ചു. കോമ്പൗണ്ട് ജേർണൽ എൻട്രീസിന് രണ്ട് ഡെബിറ്റോ ഒന്നിൽ കൂടുതൽ ഡെബിറ്റുകളോ ക്രെഡിറ്റുകളോ ഉണ്ട്. ഓക്കെ, എന്നാൽ നമ്മൾ പഠിക്കാനുള്ള സാധനം
കോൺട്രാ എൻട്രീസ്. കോൺട്രാ എൻട്രീസ് നമുക്ക് ഇനി ഒരുപാട് കേൾക്കുന്ന വാക്കാണ് കോൺട്രാ. കോൺട്രാ എൻട്രീസ്. കോൺട്രാ എൻട്രീസ്. ഓക്കെ, ഈ കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? ഇത് സാധാരണ ജേർണൽ എൻട്രികളിൽ നിന്ന് വ്യത്യസ്തനായ ഒരു ഐറ്റം. സാധാരണ ജേർണൽ എൻട്രികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഐറ്റം. ഉദാഹരണത്തിന് രണ്ട് കോൺട്രാ എൻട്രീസ് ആണുള്ളത്. ഒന്ന്, നമ്മളുടെ പൈസ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. രണ്ടാമത്തത്, നമ്മൾ പൈസ ബാങ്കിൽ നിന്ന് പിൻവലിക്കുന്നു. രണ്ട് എൻട്രീസ്. നമ്മുടെ പൈസ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, നമ്മുടെ പൈസ നമ്മൾ ബാങ്കിൽ നിന്ന് പിൻവലിക്കുന്നു. നമ്മുടെ പൈസ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, നമ്മുടെ പൈസ നമ്മൾ ബാങ്കിൽ നിന്ന് പിൻവലിക്കുന്നു. ഇതുവരെ നമ്മൾ പറഞ്ഞ ട്രാൻസാക്ഷനുകളിൽ നിന്ന് ഈ ട്രാൻസാക്ഷനുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇത് ശരിക്കും പറഞ്ഞ ഒരു ഔട്ട്സൈഡർ ഇല്ല. ഓക്കെ, നമ്മുടെ തന്നെ ക്യാഷ് നമ്മുടെ തന്നെ അക്കൗണ്ടിലേക്ക് വെക്കും. നമ്മുടെ അക്കൗണ്ടിലുള്ള നമ്മുടെ ക്യാഷ് അവിടുന്ന് തിരിച്ചെടുക്കും. നമ്മൾ ബാങ്കിൽ ഒരു പൈസ ഇടുമ്പോൾ നമ്മൾ ഒരാൾക്ക് പൈസ കടം കൊടുക്കുന്നത് പോലെ അയാൾ കൊണ്ടുപോകണം അല്ല. നമ്മളുടെ പൈസ നമ്മുടെ പോക്കറ്റിൽ വെക്കുന്നതിന് പകരം നമ്മുടെ ക്യാഷിൽ വെക്കുന്നതിന് പകരം അതിനെ എടുത്തിട്ട് ബാങ്കിൽ വെക്കുന്നു. ഓക്കെ, ബാങ്കിൽ നിന്ന് ആ പൈസ നമ്മൾ തിരിച്ചെടുക്കുന്നു. FD ഇടുന്നതിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, ബാങ്കിൽ നിന്ന് പൈസ തിരിച്ചെടുക്കും. ഇന്നത്തെ കാലത്ത് ക്യാഷ് ട്രാൻസാക്ഷൻസിനേക്കാൾ കൂടുതൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ബാങ്ക് മുഖാന്തരമുള്ള ട്രാൻസാക്ഷൻ ആണ്. ഓക്കെ, ഉദാഹരണത്തിന് നമുക്ക് ഗൂഗിൾ പേയും വാലറ്റുകളും ക്രെഡിറ്റ് കാർഡ്സും അതുപോലെ ഡെബിറ്റ് കാർഡ്സും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ട്രാൻസാക്ഷൻസ് എല്ലാം നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് കൊടുക്കാനുള്ള തുക അയാളുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ബൈഹാൻഡ് ക്യാഷ് ട്രാൻസാക്ഷന് പകരം ബാങ്ക് ത്രൂ ഉള്ള ട്രാൻസാക്ഷൻസ് ആണ് നടക്കുന്നത്. അപ്പൊ ഒരു സ്ഥാപനത്തിലെ പൈസ എന്ന് പറയുന്നത് അയാളുടെ കയ്യിലുള്ള പൈസയും അതുപോലെ അയാൾ ബാങ്കിൽ സൂക്ഷിച്ചിട്ടുള്ള പൈസയും. അക്കൗണ്ടിങ്ങിൽ കയ്യിലുള്ള പൈസ ക്യാഷ് എന്ന് ബാങ്കിൽ സൂക്ഷിച്ചിട്ടുള്ള അയാളുടെ പണത്തിനെ ബാങ്ക് എന്നാണ് പറയുക. ബാങ്ക് എന്ന് അക്കൗണ്ടിങ്ങിൽ പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിനെ അല്ല നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, അത് അയാളുടെ ബാങ്കിലുള്ള പൈസയാണ്. ബാങ്ക് ഡെപ്പോസിറ്റ് എന്നോ ബാങ്ക് മണി എന്നൊന്നും പറയില്ല, ബാങ്ക് എന്ന വാക്ക് മാത്രമേ ഉപയോഗിച്ചു പറയാൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഈ ഒരാളുടെ ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിലേക്ക് വരുന്ന പൈസ മാത്രമല്ല ബാങ്കിലേക്ക് വരുന്ന പൈസയാണ്. ഒരാളുടെ ചെലവെന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിൽ നിന്ന് പോകുന്ന പൈസ മാത്രമല്ല ബാങ്കിൽ നിന്ന് പോകുന്ന പൈസയാണ്. ഇത് വരവും ചെലവിന്റെ കാര്യമാണ്. പക്ഷെ ഇയാള് തന്നെ ഇയാളുടെ പണം ബാങ്കിൽ ഇടുന്നതും ഇയാളുടെ പണം തിരിച്ച് ഇയാളുടെ ആവശ്യത്തിന് നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്നതുമായ രണ്ട് ട്രാൻസാക്ഷൻസ് ആണ്. ഇതിൽ ഔട്ട്സൈഡേഴ്സ് ഒന്നും പങ്കെടുക്കാത്ത ഒരു പ്രത്യേക തരം ട്രാൻസാക്ഷൻ. ഓക്കെ, ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് കോൺട്രാ എൻട്രീസ്. കോൺട്രാ എൻട്രീസ് രണ്ടെണ്ണം ഉള്ളൂ, മൂന്നാമത്തെ കോൺട്രാ എൻട്രി ഇല്ല. രണ്ടെൻട്രി ഉള്ളൂ കോൺട്രാ എൻട്രി. ആദ്യത്തെ കോൺട്രാ എൻട്രി ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക്, പൈസ നമ്മൾ ബാങ്കിൽ നിന്ന്. രണ്ടാമത്തെ കോൺട്രാ എൻട്രി വിഡ്രോ ഫ്രം ബാങ്ക്, ബാങ്കിൽ നിന്ന് നമ്മൾ പണം പിൻവലിക്കുന്നു. ഇത് രണ്ടുമാണ് കോൺട്രാ എൻട്രീസ് എന്നറിയപ്പെടുന്നത്. ഈ കോൺട്രാ എൻട്രീസ് എന്നറിയപ്പെടുന്നത് സ്പെഷ്യൽ ടൈപ്പ് ജേർണൽ എൻട്രി ആണ്. ആക്ച്വലി ഇതൊരു എൻട്രി പോലും അല്ല, തൽക്കാലമുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. കയ്യിലുള്ള പൈസ അൽമാരയിൽ വെക്കുന്നു, അൽമാരയിലുള്ള പൈസ കയ്യിലേക്ക് വെക്കുന്നു, പോക്കറ്റിലേക്ക് ഇടുന്നു എന്ന് പറയുന്നത് പോലത്തെ ഒരു ട്രാൻസാക്ഷൻ മാത്രമാണ്. നമ്മുടെ പണം നമ്മൾ ബാങ്കിലെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വെക്കുന്നു, അക്കൗണ്ടിൽ നിന്ന് നമ്മൾ തിരിച്ചു കൊടുക്കുന്നു. ഈ രണ്ട് ജേർണൽ എൻട്രീസ് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷനെ പറ്റി പഠിക്കുമ്പോൾ അതിൽ ഒരു പാർട്ടി എക്സ്റ്റേണൽ ആയിരിക്കണം, ഒരു പാർട്ടി ഇന്റേണൽ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നതിന്റെ ഒരു കോൺട്രഡിക്ഷൻ ആണ് ആക്ച്വലി നമ്മുടെ കോൺട്രാ എൻട്രീസ്. ഓക്കെ, അപ്പൊ കോൺട്രാ എൻട്രീസ് എന്താണെന്ന് നോക്കുക. കോൺട്രാ എൻട്രീസ് രണ്ട് എൻട്രീസ് ആണ്, വിഡ്രോ ഫ്രം ബാങ്ക് ആൻഡ് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക്. വിഡ്രോ ഫ്രം ബാങ്കും ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്കുമാണ് കോൺട്രാ എൻട്രീസ്. ഇനി ഇത് എൻട്രി എന്താണെന്ന് നോക്കാം. നമുക്ക് സാധാരണ നമ്മൾ എഴുതുന്നത് പോലെ തന്നെ കോൺട്രാ എൻട്രി എന്ന് എഴുതി നോക്കാം. അപ്പോ ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക്, ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക്, ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക്. ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്കിന്റെ ജേർണൽ എൻട്രി, ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്കിന്റെ ജേർണൽ എൻട്രി എന്താ നോക്കുക. ഡെപ്പോസിറ്റ് ഇൻ ബാങ്കിൽ ഒരാൾ ക്യാഷ് ആണ്, അടുത്ത ആൾ സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞില്ല നമ്മുടെ ബാങ്കിലുള്ള പൈസയാണ്. ഒരാൾ ക്യാഷുമാണ്, അടുത്ത ആൾ നമ്മുടെ ബാങ്കിലുള്ള പൈസയാണ്. ഓക്കെ, രണ്ട് എലമെന്റുകൾ നമുക്ക് കിട്ടി. ക്യാഷ് ഈ ഇത് അസറ്റ് ആണ്, സ്വാഭാവികമായിട്ട് ഇത് എന്ത് തന്നെയാണ്, അസറ്റ് ആണ്. രണ്ടും അസറ്റ് തന്നെയാണ്. ബാങ്കിലുള്ള പൈസ അസറ്റ് ആണ്, കയ്യിലുള്ള പൈസ അസറ്റ് ആണ്, രണ്ടും അസറ്റ് തന്നെയാണ്. ഓക്കെ, ഫോമിൽ ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷെ ബാങ്കിലാണ് പൈസ, അത് ബൈ ട്രാൻസ്ഫർ ഒക്കെ ചെയ്യണമെങ്കിൽ ഓൺലൈനായിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക. ഡെബിറ്റ് ആകുമ്പോൾ മറ്റത് കയ്യിൽ നിന്ന് എടുത്തിട്ട് അയാളിലേക്ക് കൊടുത്താൽ മതി. രണ്ടും അസറ്റ് തന്നെയാണ്.
ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് എന്ന് പറയുമ്പോൾ ക്യാഷ്, കയ്യിലുള്ള ക്യാഷ് കുറയും. കയ്യിലുള്ള ക്യാഷ് ബാങ്കിലേക്ക് പോയല്ലോ, ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് ആണല്ലോ, കുറയും. ബാങ്കിലുള്ള പൈസ കൂടും. ബാങ്കിലുള്ള പൈസ കൂടും. കയ്യിലുള്ള പൈസ കുറയുകയും ചെയ്യും, ബാങ്കിലുള്ള പൈസ കൂടുകയും ചെയ്യും. കയ്യിലുള്ള പൈസ കുറയുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും ഈ അസറ്റ്. ഇത് ബാങ്കിലുള്ള പൈസ കൂടുമ്പോൾ നമ്മൾ അസറ്റ് കൂടുമ്പോൾ നമ്മൾ കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും, കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യും. ജേണൽ എൻട്രി വരുന്നത് ഇങ്ങനെയാണ്: ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ ക്യാഷ്, കയ്യിലുള്ള പൈസ ബാങ്കിലേക്ക് പോയി, ബാങ്ക് കൂടി ക്യാഷ് കുറഞ്ഞു, ബാങ്ക് കൂടി ക്യാഷ് കുറഞ്ഞു. ഇങ്ങനെയാണ് ജേണൽ എൻട്രി വരുന്നത്. രണ്ട് എലമെന്റ് നമ്മുടെ പൈസ തന്നെയാണ്. ഇതിലുള്ള രണ്ട് എലമെന്റ് നമ്മുടെ കയ്യിലുള്ള പൈസ കുറഞ്ഞു, ബാങ്കിലുള്ള പൈസ കൂടി. നേരെ തിരിച്ച് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ കയ്യിലുള്ള പൈസ കൂടും, ബാങ്കിലുള്ള പൈസ കുറയും. രണ്ടും നമ്മുടെ ക്യാഷ് തന്നെയാണ്. ഇങ്ങനെ നമ്മൾ നടത്തുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. നമ്മുടെ പൈസ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരികയും ചെയ്യുന്ന, പുറമെ ഒരാള് പങ്കെടുക്കാത്ത, അല്ലെങ്കിൽ ഇതൊരു ശരിക്കും ബിസിനസ് ട്രാൻസാക്ഷൻ ആയിട്ട് കൂട്ടാൻ പറ്റാത്ത രണ്ട് ട്രാൻസാക്ഷൻസ് ആണ് ഈ കോൺട്രാ എൻട്രീസ്. ഏതൊക്കെയാണ് കോൺട്രാ എൻട്രി? ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്കും വിഡ്രോ ഫ്രം ബാങ്ക്. ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്കിന് വിഡ്രോ ഫ്രം ബാങ്കിന്റെ ജേണൽ എൻട്രി നോക്കാം. വിഡ്രോ ഫ്രം ബാങ്ക് വിഡ്രോ ഫ്രം ബാങ്ക് രണ്ട് എലമെന്റ് ഉണ്ട്: ക്യാഷ്, ബാങ്ക്. ക്യാഷ് അസറ്റ് ആണ്, ബാങ്ക് അസറ്റ്. ഓക്കെ, ഇതിലൂടെ ക്യാഷ് വിഡ്രോ ചെയ്തതാണല്ലോ, കയ്യിലുള്ള ക്യാഷ് വന്നതാണ്. കയ്യിലുള്ള ക്യാഷ് വന്നു, കൂടി. ബാങ്കിലുള്ള ക്യാഷ് കുറഞ്ഞു. ഇത് ഡെബിറ്റ് ചെയ്യാം, ഇത് ക്രെഡിറ്റ് ചെയ്യാം. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള പൈസ കൂടുന്നു, ബാങ്കിലുള്ള പൈസ കുറയുന്നു. കയ്യിലുള്ള പൈസ കൂടുന്നു, ബാങ്കിലുള്ള പൈസ കുറയുന്നു. ഓക്കെ, ഇതിനെ നമുക്ക് ആക്ച്വലി ബിസിനസ് ട്രാൻസാക്ഷൻ ആയിട്ട് കൂട്ടാൻ തന്നെ പറ്റില്ല. കാരണം രാവിലെ ഒരു 10 പ്രാവശ്യം കയ്യിലുള്ള പൈസ ബാങ്ക് കൊണ്ടിട്ടു, വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കുറെ പ്രാവശ്യമായിട്ട് ഇത് മെല്ലെ മെല്ലെ പോയിട്ട് പിൻവലിച്ചു. എന്നിട്ട് നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ബിസിനസ്സിൽ ഇന്ന് കുറെ ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു? പറയാൻ പറ്റില്ല. ഓക്കെ, ഇത് നമ്മളും തന്നെയാണ് ഇതിൽ പാർട്ടീസ്. സോ ആ തരത്തിലുള്ള ഒരു പ്രത്യേക എൻട്രിയാണ്. പക്ഷെ ഇത് നമുക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എത്രയാണെന്നും ബാങ്കിലുള്ള ക്യാഷ് എത്രയാണെന്നും കറക്റ്റ് ആയിട്ട് അറിയണമെങ്കിൽ നമ്മൾ ഇതും രേഖപ്പെടുത്തണം. നമ്മളായിട്ട് കൊണ്ടിടുന്നതും നമ്മളായിട്ട് വിഡ്രോ ചെയ്യുന്നതും ബുക്കിൽ രേഖപ്പെടുത്തണം. അപ്പോ അത്തരത്തിലുള്ള എൻട്രീസ് ആണ് കോൺട്രാ ജേണൽ എൻട്രീസ്. കോൺട്രാ ജേണൽ എൻട്രീസ്. ഓക്കെ, ഇപ്പൊ ജേണൽ എൻട്രിയുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്: കോമ്പൗണ്ട് ജേണൽ എൻട്രീസും കോൺട്രാ ജേണൽ എൻട്രീസും. ഓക്കെ, കോമ്പൗണ്ട് ജേണൽ എൻട്രീസ് സാധാരണ ജേണൽ എൻട്രികൾ തന്നെയാണ്, പക്ഷെ അവയ്ക്ക് ഒന്നിൽ കൂടുതൽ ഡെബിറ്റുകളോ ക്രെഡിറ്റുകളോ ഉണ്ടാവും. ഇവിടെ ഒന്നിൽ കൂടുതൽ ഡെബിറ്റും ക്രെഡിറ്റും ഒന്നുമില്ല. ഇതൊരു പ്രത്യേക തരം ജേണൽ എൻട്രിയാണ്. നമ്മുടെ പൈസ ബാങ്കിലേക്ക് ഇടുന്നു, നമ്മൾ ബാങ്കിൽ നിന്ന് പിൻവലിക്കുന്നു. രണ്ടെണ്ണം: ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക്, വിഡ്രോ ഫ്രം ബാങ്ക്. ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് ആൻഡ് വിഡ്രോ ഫ്രം ബാങ്ക്. ഇനി നോർമലി നിങ്ങൾ പ്രോബ്ലം ചെയ്ത് പോകുമ്പോൾ ഈ ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്കിനെ തന്നെ ചിലപ്പോ പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന് പറഞ്ഞേക്കാം. പെയ്ഡ് ഇൻ ടു ബാങ്ക്. ഓക്കെ, അല്ലെങ്കിൽ ഓപ്പൺ ബാങ്ക് അക്കൗണ്ട്. ഇതെല്ലാം ഒന്നുമില്ല. ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് തന്നെയാണ് പെയ്ഡ് ഇൻ ടു ബാങ്ക്, ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് തന്നെയാണ് ഓപ്പൺ ബാങ്ക് അക്കൗണ്ട്. ഓപ്പൺ ബാങ്ക് അക്കൗണ്ട്, ബാങ്കിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ടല്ലോ, ഒരു പണം നിക്ഷേപിച്ചുകൊണ്ടാണ്. ഓക്കെ, സോ ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക്, പെയ്ഡ് ഇൻ ടു ബാങ്ക്, ഓപ്പൺ ബാങ്ക് അക്കൗണ്ടും ആക്ച്വലി എന്ത് തന്നെയാണ്? ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മളൊന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കാം. ജേണൽ എൻട്രിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള രണ്ട് കാര്യങ്ങളായിരുന്നു കോൺട്രാ ജേണൽ എൻട്രീസും കോമ്പൗണ്ട് ജേണൽ എൻട്രീസും. നമുക്ക് ഒരുപാട് ആവശ്യമുള്ള രണ്ട് സാധനങ്ങളാണ് കോൺട്രാ ജേണൽ എൻട്രീസ്, കോമ്പൗണ്ട് ജേണൽ എൻട്രീസും എല്ലാം. ഈ അങ്ങോട്ടുള്ള പ്രൊസീജിയേഴ്സിന് കോൺട്രാ ജേണൽ എൻട്രീസും എല്ലാം നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്ന ഐറ്റമാണ്. സോ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സമാനരായിട്ടുള്ള ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.